ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിലോപ്പി മീൻ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നതാണ്. അതിന് നമ്മൾ കുളത്തിൽ നിന്ന് കുറച്ച് മീനിനെ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ആ മീൻ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മൾ കത്രികയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ഉള്ള മീനാണ്. നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് നല്ല രീതിയിലൊന്ന് കഴുകി എടുക്കാം. ഇതിപ്പോൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മീനിൽ ചെറുതി ഓരോ ലൈൻ ഇട്ട് കൊടുക്കുക. കത്തിയും കൊണ്ട് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ നല്ല ലൈൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നല്ല ക്ലീൻ ചെയ്തെടുത്ത് അതിൽ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മസാല റെഡിയാക്കാം. അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഇത് 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. നല്ല രീതിയിൽ നമ്മൾ വരയിട്ട സ്ഥലത്തൊക്കെ നന്നായിട്ട് നല്ലോണം മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. മസാല നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. അതിലേക്ക് നമുക്കൊരു പാനിൽ വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം കുറച്ച് കരിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച മീൻ ഒന്ന് ഒരു ഹാഫ് കുക്കാക്കി എടുക്കാം. ഫുൾ വേണമെന്നില്ല, ഒരു ഹാഫ് കുക്കിംഗ് ആക്കിയിട്ട് നമ്മളത് എടുക്കുക. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മളത് ചെയ്തെടുക്കുക. നല്ലോണം അതെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഒരു ഹാഫ് വേവിൽ നമ്മൾ വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതേപോലെ ബാക്കിയുള്ള മീനും കൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പൊള്ളിക്കാനുള്ള മസാല നമ്മൾ അതേ ഇതിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിന് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഒരു 2 തക്കാളി, ഒരു 3-4 പച്ചമുളക് നടു കീറിയത്, ഇതാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടത്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിന് അടുപ്പ് നമ്മൾ കത്തിക്കുക. ആ മീൻ പൊള്ളിച്ച അതേ എണ്ണയിൽ തന്നെ നമ്മൾ ആദ്യം ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് പച്ചമുളക് കീറിയത് ആദ്യം ഇട്ട് കൊടുക്കുക. നന്നായി മിക്സാക്കിയതിന് ശേഷം നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. അതിലേക്ക് കറിവേപ്പില കുറച്ചിടുക. അത് നന്നായി മിക്സായ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റിയെടുക്കണം. നല്ല വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനി അടുത്തത് ഇട്ട് കൊടുക്കണം. അത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിൻ്റെ ഒരു പച്ച വാസന പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക.
ഇഞ്ചിയും കൂടി അതിലേക്ക് ഇഞ്ചി ചതച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് മസാലയ്ക്ക്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത് 3 നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ 3 മസാല മതി നമുക്ക്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളത് ഇറക്കാം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ വാഴയില എടുത്തിട്ടൊന്ന് തീയിലൊന്ന് വാട്ടിയെടുത്ത വാഴയിലാണത്. ഞാൻ അതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ആ മസാല ആദ്യം അരിയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. കുറച്ച് 2-3 സ്പൂൺ മസാല അടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച മീൻ, ഹാഫ് കുക്കിംഗ് ആയ മീൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ മസാല ഫുള്ളായിട്ട് ആഡ് ചെയ്തിടണം. ഫുള്ളായിട്ട് മസാല ആഡ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ മസാല ഫുള്ളായിട്ട്, മീനിന് ഫുള്ളായിട്ട് മസാല, അപ്പോൾ മേലെയും താഴെയും മസാലയായി. ഇനി നമുക്ക് അതിലേക്ക് 2 സവാളേൻ്റെ 2-3 കഷ്ണം 2 സവാള വെക്കുക. പിന്നെ തക്കാളി ഒരു 3 കഷ്ണം റൗണ്ടായിട്ട് അരിഞ്ഞത് 3 വെക്കുക. ഇനിയാണ് നമ്മളിത് നല്ല രീതിയിൽ അത് മടക്കിയെടുക്കണം. ഇത് മടക്കുമ്പോൾ വാഴയില കീറാണ്ട് നോക്കണം. അതിന് നന്നായിട്ട് വാട്ടിയാൽ മതി. വാഴയില നല്ല തീയിൽ വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കെട്ടുമ്പോൾ പൊട്ടിപ്പോവില്ല. അങ്ങനെ ഒരു വാഴയിലയും കൂടി വെച്ചിട്ട് നമുക്കത് ചുറ്റിയെടുക്കാം നല്ല രീതിയിൽ. ഇനി നമ്മൾ വാഴേൻ്റെ കയർ കൊണ്ട് തന്നെയാണ് നമ്മളത് കെട്ടുന്നത്. നമുക്കിപ്പോൾ എന്ത് കയർ വേണമെങ്കിൽ കൊണ്ട് കെട്ടാം. ഒരു തുണീൻ്റെ കഷ്ണം എടുത്ത് കെട്ടുക, എന്ത് പണി ചെയ്യാം. ഇപ്പോൾ നമ്മൾ വാഴേൻ്റെ ഇത് തന്നെയാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. നമ്മൾ വാഴേൻ്റെ ഇലയിൽ പൊളിക്കുന്നുണ്ട്. വാഴേൻ്റെ എല്ലാം വാഴേൻ്റെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഇതാ ഇപ്പം നമ്മൾ ഒരു മീൻ നമ്മൾ നല്ല മസാലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം നമ്മൾ പേക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളെല്ലാം പേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാനിൽ വെക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീൻ, വാഴയിൽ പൊതിഞ്ഞ് വെച്ച മീൻ അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ചെറിയ പാനിലായതുകൊണ്ട് 2 മീൻ നമുക്ക് അതിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 2 എണ്ണം അതിലേക്ക് നമ്മൾ വെച്ചിട്ട് ഒരു പാത്രം ഒന്ന് മൂടി വെക്കുക. സ്ലിമ്മിൽ വെച്ചാൽ മതി. അധികം ഇത് തീ കൂട്ടി വെക്കണ്ട. ഇതൊരു 10-15 മിനിറ്റ് ശേഷം നമ്മളതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. പൊട്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ മറച്ചിടുമ്പോൾ നോക്കണം. ആ വാഴയില പൊട്ടാത്ത രീതിയിൽ തന്നെ രണ്ടും മറച്ചിട്ട് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ്. ആ വാഴയില കരിഞ്ഞതിൻ്റെ സ്മെല്ലും, ഇത് വാഴയില എന്ന് നമ്മൾ ഇതിൽ ചൂടാക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരാറുണ്ട്. അതിന് നല്ലൊരു സ്മെല്ലാണ്. അതിൽ മീനും കൂടി നമ്മളിതായിട്ട് കുക്കായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക. എല്ലാവരും നമ്മൾ ചെയ്ത് നോക്കണം അതേപോലെ ഒന്ന് മറിച്ചിടുക. പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്നുകൂടി മൂടി വെച്ച് കുക്കിംഗ് ചെയ്യാം. ഒന്നുകൂടി നമുക്കത് ആ പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തിന് വെച്ചത് കുക്കായിട്ടുണ്ട്. അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. മെല്ലെ ചെയ്യണം. തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വാഴയില പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടില്ല, ടേസ്റ്റ് കിട്ടില്ല. നല്ല രീതിയിൽ നമുക്കത് സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. നമ്മളങ്ങനെ എല്ലാം അങ്ങനെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് നമ്മളൊരു തട്ടെടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു മീനെടുത്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല ടേസ്റ്റുള്ള
മീനാണ്. നമ്മളെ കുളത്തിൽ തന്നെയുള്ള മീനാണ്, പർദാ കുളത്തിലുള്ള മീനാണ്. അതുകൊണ്ട് ചളീൻ്റെ സ്മെല്ല് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ലൊരു സ്മെല്ല് തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അടിപൊളി. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ സവാളയുമായി തക്കാളി ഇതൊക്കെ നന്നായി കുക്കായി വരുന്നുണ്ട്. നമ്മളെ വാഴയിലിൻ്റെ ആ സ്മെല്ലും കൂടി വരുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് നമുക്ക് വരുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. നല്ല ചൂടാണ് സാധനം. ഇത് നമുക്ക് ദോശേൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി മീൻ പൊള്ളിച്ച നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വെന്തിട്ടുണ്ട്, അടിപൊളിയാണ്. നമുക്ക് കഴിച്ച് നോക്കാം. അടിപൊളി, പറയാനൊന്നുമില്ല, സൂപ്പറാണ്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബായ്.